പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. 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 ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സർവസൃഷ്ട പ്രപഞ്ചങ്ങളോടും ചേർന്ന് സർവസൃഷ്ട പ്രപഞ്ചങ്ങളോടും ചേർന്ന് എന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ, എന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിയന്ത്രിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിയന്ത്രിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറച്ചതിനെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും രക്തത്താൽ ഈശോയുടെ രക്തത്താൽ
ഈശോയുടെ രക്തത്താൽ ഞാൻ വാക്സിനേഷൻ ഞാൻ വാക്സിനേഷൻ ചെയ്തിരിക്കുന്നു. ഈശോയുടെ രക്തത്താൽ ഈശോയുടെ രക്തത്താൽ ഞാൻ വാക്സിനേഷൻ എടുത്തിരിക്കുന്നു. ഈശോയുടെ രക്തത്താൽ ഈശോയുടെ രക്തത്താൽ ഞാൻ സുരക്ഷിതനാകുന്നു, ഞാൻ സുരക്ഷിതമാകുന്നു. എന്റെ മക്കൾ സുരക്ഷിതരാകുന്നു. എൻ്റെ മക്കൾ സുരക്ഷിതരാകുന്നു. എല്ലാ പാപങ്ങളും പുറത്തതിനെ നന്ദി പറയുന്നു. എല്ലാ പാപങ്ങളും പുറത്തതിന് നന്ദി പറയുന്നു. ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നു. ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നു. പരിപൂർണമായ വിടുതൽ നൽകി. പരിപൂർണമായ വിടുതൽ നൽകി. പുതിയ സൃഷ്ടി. ഓരോ ദിവസവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്നെ അനുഗ്രഹിക്കുകയും വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നതിനെ നന്ദി പറയുന്നു. എന്നെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൂടുതൽ കൂടുതലായി എന്നെ അനുഗ്രഹിക്കുകയും വളർത്തുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും കൂടുതലായി എന്നെ അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും കൂടുതലായി സമൃദ്ധിയിൽ നയിക്കുന്നതിന് നന്ദി പറയുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. എന്റെ ജീവിതം വഴി അനേകർ അനുഗ്രഹം പ്രാപിക്കുന്നു. നന്മയായ കാര്യങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. നന്മയായ കാര്യങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. നന്മയായ വ്യക്തികളെ മാത്രം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. നന്മയായ കാര്യങ്ങൾ മാത്രം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നതിന് നന്ദി പറയുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നതിന് നന്ദി പറയുന്നു. എന്തു പറഞ്ഞാലും ആര് കേട്ടാലും മഹത്തായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നന്ദി പറയുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. വ്യക്തിയാകുന്നു. ഞാനൊരു പുതിയ വ്യക്തിയാകുന്നു. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, നീ എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, നീ എന്റെ സ്നേഹമായിരിക്കണമേ. മാധുര്യമുള്ള തിരുഹൃദയമേ, ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, നീ എന്റെ സ്നേഹമായിരിക്കണം. എന്റെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു.
ആകുന്നു. ഞാൻ ദൈവസ്നേഹം നിറഞ്ഞ വ്യക്തിയാകുന്നു. ഞാൻ ദൈവസ്നേഹം നിറഞ്ഞ വ്യക്തിയാകുന്നു. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഞാൻ എല്ലാവരെയും ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഞാൻ എല്ലാവരിൽ നിന്ന് സ്നേഹവും ബഹുമാനവും സ്വീകരിക്കുന്നു. ഞാൻ എല്ലാവരിൽ നിന്ന് സ്നേഹവും ബഹുമാനവും സ്വീകരിക്കുന്നു. ഞാൻ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ വസിക്കുന്നു. ഞാൻ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ വസിക്കുന്നു. ഞാൻ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ വസിക്കുന്നു. ഞാൻ സ്നേഹത്തിന്റെ ഞാൻ എല്ലാവരുമായി സ്നേഹത്തിന്റെ ഐക്യത്തിൽ ജീവിക്കുന്നു. ഞാൻ എല്ലാവരുമായി സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുന്നു. എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകുന്നതിനെ നന്ദി പറയുന്നു. എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകുന്നതിന് നന്ദി പറയുന്നു. എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകുന്നതിനെ നന്ദി പറയുന്നു. എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകുന്നതിന് നന്ദി പറയുന്നു. ഞാനൊരു അനുഗ്രഹമാകുന്നു. ഞാനൊരു അനുഗ്രഹമാകുന്നു. എന്റെ കുടുംബം അനുഗ്രഹമാകുന്നു. എന്റെ മക്കൾ അനുഗ്രഹമാകുന്നു. എന്റെ മക്കൾ അനുഗ്രഹമാകുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. വിജയം നൽകുന്നതിനെ നന്ദി പറയുന്നു. എല്ലാ കാര്യങ്ങളിലും വിജയം നൽകുന്നതിനെ നന്ദി പറയുന്നു. വിജയം നൽകുന്നതിനെ നന്ദി പറയുന്നു. വിജയം നൽകുന്നതിന് നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മള് ദൈവവചനത്തിന്റെ വിചിന്തനത്തിനായിട്ട് പ്രവേശിക്കുകയാണ്. ും 28-ാമത്തെ അധ്യായം കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ പ്രിയമുള്ളവരെ, വിശുദ്ധ അമ്മ ത്രേസ്യായുടെ വലിയ വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് വിശുദ്ധ അമ്മ ത്രേസ്യായും വിശുദ്ധ കുരിശിന്റെ യോഹന്നാനുമാണ് ആത്മീയ മേഖലയിലുള്ള വലിയൊരു നവീകരണത്തിന് നേതൃത്വം നൽകിയ വിശുദ്ധാത്മാക്കളാണ്. അതിനുവേണ്ടി രണ്ട് കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. വിശുദ്ധി, ജ്ഞാനം, വിശുദ്ധി.
ഞാൻ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ജ്ഞാനവും വേണം. ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സോളമന് ഒരു രാജ്യത്തെ മുഴുവൻ കേൾക്കുന്നില്ല ശരിക്കും പറയുന്നു. സോളമനെ ഒരു രാജ്യത്തെ മുഴുവനും മുന്നോട്ട് നയിക്കും ജ്ഞാനത്തിന്റെ കൃപ കൊണ്ടാണ്. ജ്ഞാനം വഴിയായിട്ടാണ് എല്ലാവരെയും സാധിച്ചത്. നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന. ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിന്റെ സമഗ്രതയിൽ നേരിടാനായിട്ട് സാധിക്കണം. അത് ബോംബെയിൽ നല്ല മഴയുള്ള സമയമാണ്. അപ്പോൾ കേരളത്തിലുള്ളവർ അത് ദിവസങ്ങളിലൊക്കെ നല്ല മഴയുടെ സമയമാണ്. അതുകൊണ്ട് ചിലപ്പോൾ നെറ്റിന്റെ കുറച്ച് ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ജ്ഞാനത്തിന്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചാണ് മെറ്റാ പ്രോഗ്രാം. എന്താണ് മെറ്റാ പ്രോഗ്രാം എന്ന് പറയുന്നത്? മെറ്റാ പ്രോഗ്രാം ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. വ്യക്തിയാണ്, ഈ ആരോഗ്യമുള്ള വ്യക്തിയാണ് എന്നുള്ളത് ഒരു വലിയ ഉറച്ച ബോധ്യം, എന്നുമുള്ള ഒരു വിശ്വാസത്തിന്റെ ഒരു ചിന്തയായി, പാറ്റേണായി, ഒരു ബിലീവ് ട്രാൻസ്ഫോർമേഷനായി അത് അൺകോൺഷ്യസ്ലി ഒരു ബിലീവ് സിസ്റ്റമായിട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്മളത് ഇത് പഠിക്കുന്നത് എന്താണെന്ന് ഇതിന്റെ ഒരു രൂപാന്തരീകരണം, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കടങ്ങിയ ഈ ദൈവത്തിന്റെ വചനം ഒത്തിരിയേറെ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടായിരിക്കാം ഇല്ലാത്ത ഒരു കാര്യം നമ്മളെ സ്ഥാപിക്കുകയാണ്. കഷ്ടപ്പാടുകളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി നിരന്തരമായി കഷ്ടപ്പാടുകളാണ്, എനിക്കെന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ തീർന്നതാണ്. ജീവിതം എന്ന് താഴ്വരയാണ്. ഇങ്ങനൊരു കോൺസെപ്റ്റ് ഒരു വ്യക്തി
സ്വീകരിച്ച് എന്ന് പറയും, അതിനെ തോട്ട് പാറ്റേൺ എന്ന് പറയും. അങ്ങനെ അതിനൊരു മെറ്റാ പ്രോഗ്രാം, ഒരു മനസ്സുള്ള ഒരു വ്യക്തിക്ക്, അങ്ങനെ ഒരു ചിന്താശൈലിയുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു 100 വർഷം ആ വ്യക്തി ജീവിച്ചാലും ആ വ്യക്തിയുടെ ജീവിതകാലം മുഴുവനും കടന്നു പോകുന്ന ഒരു വ്യക്തിയായി, ജീവിതകാലം മുഴുവനും ഒരു കണ്ണുനീരിന്റെ പുത്രനായി ാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആന്തരികമായ ചിന്താശൈലി, വിശ്വാസത്തിന്റെ ബോധനം. അതാണ് ജീവിതത്തിന്റെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് ചിന്താ മനോഭാവമാണ്. എന്റെ ജീവിതം ഒരു കഷ്ടപ്പാടാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അതാണ്. എന്തുമാത്രം വളരാൻ നോക്കിയാലും എവിടെയെല്ലാം ചെന്നുപെട്ടാലും ശരി, ആ വ്യക്തിയുടെ ജീവിതം കഷ്ടപ്പാടിന്റെ ജീവിതമായിട്ട് മാറും. ജോലിയുമുള്ള ഒരു ബിസിനസ്സുകാരൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കുട്ടിയാണ്. എൻ്റെ ഇടവകയിലെ ഒരു യൂത്തായി അവൾ ജോലി ചെയ്തിട്ട്, അവൾ വളരെ സുന്ദരിയാണ്, കഴിവുള്ള കുട്ടിയാണ്. അവൾ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അവൾ എന്നെ കാണുവാനായിട്ട് വന്നു. വിവാഹത്തിന് ശേഷം ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. പല പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവളുടെ ചിന്താശൈലി ഒരു ദാരിദ്ര്യത്തിന്റെ മനസ്സാണ് ഇവൾക്കുണ്ടായിരിക്കുക. അവളുടെ സംസാരം വഴി സംഭവിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇനി നിന്റെ ജീവിതത്തിന്റെ, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം നീ മാത്രമാണ്. നീ ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു മനസ്സാണ് നിനക്കുള്ളത്. ഈ ദാരിദ്ര്യത്തിന്റെ മനസ്സും സമ്പത്തിനെ കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് മനസ്സിലാക്കാൻ അവളുമായി സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു മുതലേ ഞാൻ അപ്പനോട് പൈസ ചോദിച്ചാൽ അപ്പൻ പേഴ്സ് എടുത്ത് കാണിക്കും. ഈ പേഴ്സ് കാലിയാണ്, എന്റെ പേഴ്സ് കാലിയാണ്. മൈ പേഴ്സ് ഈസ് എംപ്റ്റി. സിസ്റ്റമായിട്ട് ഇരിക്കുകയാണ്. എത്രമാത്രം പൈസ ഭർത്താവ് കയ്യിൽ കൊടുത്താലും ഇവ ശൈലി മൈ പേഴ്സ് ഈസ് എംപ്റ്റി എന്നതുകൊണ്ട് അവളുടെ പേഴ്സിൽ പൈസ വെച്ചു കൊടുത്താൽ പറഞ്ഞു, ഇന്നു മുതലേ ഒരു 100 ദിവസം, എല്ലാ ദിവസവും പറ്റുമെങ്കിൽ 1000 പ്രാവശ്യം money. We live in richness and abundance. My life is a celebration. എന്റെ ജീവിതം my life is celebration. Only good things are coming. We live in richness and abundance. 100,000 പ്രാവശ്യം പറഞ്ഞ് ഓരോ ദിവസവും അത് ആവർത്തിച്ച് പറഞ്ഞ് ആ ദാരിദ്ര്യത്തിന്റെ ബ്ലൂ പ്രിന്റ് മാറി, രൂപരേഖ മാറി. അവിടെ ഓരോ ദിവസവും കൂടുതൽ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നു എന്നത്
ഓരോങ്ങളിലും അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത് ഒരു വിശ്വാസമായിട്ട് നമ്മൾ മാറ്റണം. എന്റെ ജീവിതം കണ്ണുനീരിന്റെ ഒരു ജീവിതമല്ല, എന്റെ ജീവിതം ഒരു സന്തോഷത്തിന്റെ ജീവിതമാണ്. മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. ഇത് പറയാൻ നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. പക്ഷെ നമുക്ക് തന്നെ ഒരു സന്തോഷമായിട്ട് മാറും. നമ്മുടെ ജീവിതം വഴി അനേകർക്ക് സന്തോഷം ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുക, നമ്മുടെ തോട്ട് പാറ്റേണെ മാറ്റുക, നമ്മുടെ ബ്ലൂ പ്രിന്റിനെ. ഈ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. നമ്മുടെ ആന്തരികമായ മേഖലകളിലേക്ക് മാറ്റമാകുന്നു. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് മേഖലയിൽ പരിപൂർണമായൊരു മാറ്റം, ഈ ട്രാൻസ്ഫോർമേഷൻ ഉള്ളിൽ നടക്കാത്ത ശങ്കരൻ തെങ്ങുമേൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ നമ്മള് ഒരേ വിശ്വാസത്തിന്റെ തോട്ട് പാറ്റേൺ മാറുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നേരെ ഇരിക്കാം. നേരെ നമ്മൾ ഇരിക്കുകയാണ്. നേരെ സ്ട്രെയിറ്റ് ആയി നമ്മളൊരു മെഡിറ്റേഷൻ പൊസിഷനിൽ ഇരിക്കുകയാണ്. ശാന്തമാകുക. അറിയുക. ശാന്തമാകുക. ശാന്തമാകുക. Slowly breathe. Sit straight. Your spine is erect. Your hands are on your thighs. Your thumb and index finger
നമ്മൾ ഒരു ധ്യാനാത്മകമായ രീതിയിൽ തന്നെ ധ്യാനത്തിൽ സംഭവിക്കുന്നത് സ്ലോലി ഒരു ദീർഘനിശ്വാസം നമ്മൾ എടുക്കുക. Take a deep breath in. Slowly breathe out. Slowly breathe in. Breathe out. Set it. നമ്മുടെ മനസ്സിനെ വിശ്രമാവസ്ഥയിലേക്ക് നീക്കുക. My mind is peaceful. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരി ശാന്തതയുടെ ആത്മാവ് എന്റെ ശരീരം മുഴുവനും വ്യാപരിക്കട്ടെ. ഓരോ ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോഴും കൂടുതൽ കൂടുതൽ വലിയ കാണുക, വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. എല്ലാ ഉത്കണ്ഠകളും ആദികളും ഈശോയ്ക്ക് സമർപ്പിക്കുക. വിശ്രമം കൊടുക്കുക. നമ്മുടെ കണ്ണ് മറന്നു കളയുക. നമ്മുടെ മുഖത്തിന്റെ ഭാഗം മറന്നു കളയുക. വിശ്രമാവസ്ഥയിലായിരിക്കട്ടെ. upon your head. ശാന്തതയുടെ ആത്മാവ് ശിരസ് മുഴുവനും ലയിച്ചിരിക്കട്ടെ. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. കഴുത്തിൽ വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. നെഞ്ചിന്റെ ഭാഗം wave of relaxation is coming. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. മസില്, ഷോൾഡർ, മസില്,
കൈമുട്ടുകൾ, ഈ മേഖലയിലെല്ലാം വിശ്രമത്തിന്റെ ആത്മാവ് പ്രവേശിക്കട്ടെ. പൂർണ്ണമായും coming to your hand, the muscle, joint, wrist, fingers, പൂർണ്ണമായി വിശ്രമം കൊടുക്കുക. ഇടത് കൈ, ഷോൾഡർ, മസ്കൈ, വിരലുകൾ, വിശ്രമത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. പൂർണ്ണമായി പൂർണ്ണമായും വിശ്രമം കൊടുക്കുക. പൂർണ്ണമായും വിശ്രമം കൊടുക്കുക. പൂർണ്ണമായും വിശ്രമം കൊടുക്കുക. ശിരസ് മുതൽ കാൽപാദം വരെയും പൂർണ്ണമായും വിശ്രമം കൊടുക്കുക. Nothing is disturbing me. Nothing is disturbing me. Nothing is disturbing me. Completely relaxed. Completely relaxed. എന്റെ ഹൃദയത്തിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക. ശരീരം വിശ്രമം കൊടുക്കുക. ശരീരം വിശ്രമം കൊടുക്കുക. നെഞ്ചിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക. ശരീരത്തിന്റെ പിൻഭാഗം വിശ്രമം കൊടുക്കുക. അരക്കെട്ടിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക. പൂർണ്ണമായ വിശ്രമാവസ്ഥയിലായിരിക്കട്ടെ. ഇതാ എന്റെ കൈകളും കാലുകളും, എന്റെ അരക്കെട്ടിന്റെ ഭാഗം, കാലിന്റെ തുടയുടെ ഭാഗം, കാൽമുട്ടുകൾ, കണങ്കാൽ, കാൽ വിരലുകൾ വിശ്രമം കൊടുക്കുക. ഇടതുകാലിന്റെ മസില്, കാൽമുട്ടുകൾ വിശ്രമം കൊടുക്കുക. മറന്നു കളയുക. Both our legs are relax and forget it. Both our legs are relax and forget it. Completely relax. Completely relax. Completely relax. Completely relax. Completely relax. Completely relax and forget it. The wave of relaxation coming crown to my soul. Completely relax. My mind is peaceful.
I am controlled and guided by the Holy Spirit. I am controlled and guided by the Holy Spirit. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്. അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കുകയാണ്. എൻ്റെ മനസ്സ് മുഴുവനും ശാന്തമാണ്. ഞാൻ ദൈവാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നു. ഈ നിമിഷം നമ്മുടെ മനസ്സിന്റെ മുമ്പിൽ ഈശോയെ കൊണ്ടുവരാം. ഉത്ഥാനം ചെയ്ത ആത്മാവ് ഈശോ, ഉത്ഥാനം ചെയ്ത ആത്മാവായ ഈശോ മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണുക. The white gown, red slash, വെള്ള ഉടുപ്പ്, ചുവന്ന മേലങ്കിയിട്ട ഈശോ. ആ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും നല്ല വലിയൊരു പ്രകാശം, ഒരു ഹാലോജൻ ലൈറ്റിൽ നിന്നും പ്രകാശം വരുന്നത് പോലെ ഒരു 1000 watts, 5000 watts, 10,000 watts ഹാലോജൻ ലൈറ്റ്, വലിയൊരു പ്രകാശം എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുക. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും വലിയ പ്രകാശം വരുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക. ഈ പ്രകാശം എൻ്റെ തലച്ചോറിന്റെ മേൽ അഭിഷേകമായിട്ട് മാറുന്നു. എൻ്റെ കണ്ണുകൾക്ക് സൗഖ്യമായി മാറുന്നു. എൻ്റെ തൊണ്ടയുടെ മേൽ സൗഖ്യമാകുന്നു. എൻ്റെ ഹൃദയം, ഈ പ്രകാശം എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തുന്നു. എൻ്റെ ഹൃദയം പൂർണ്ണമായും നല്ല ആരോഗ്യത്തിലാണ്. എൻ്റെ കിഡ്നി പൂർണ്ണമായും സൗഖ്യത്തിലാണ്. എൻ്റെ ലിവർ പൂർണ്ണമായും സൗഖ്യത്തിലാണ്. എൻ്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. My sugar is normal. My sugar is normal. My pressure is normal. എൻ്റെ ശരീരം പൂർണ്ണമായും സൗഖ്യത്തിലായിരിക്കുന്നു. സൗഖ്യത്തിലായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ബാക്കി ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. You are listening only my voice. You are listening only my voice.
ശരീരം മുഴുവനും വിഷമാവസ്ഥയിലായിരിക്കുന്നു. എന്റെ മനസ്സ് ശാന്തതയിൽ ലയിച്ചിരിക്കുന്നു. എന്റെ മനസ്സ് ശാന്തതയിൽ ലയിച്ചിരിക്കുന്നു. ഓരോ ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക്, വിശ്രമത്തിലേക്ക് ഞാൻ നീങ്ങുന്നു. Deeper and deeper and deeper relax. ഞാൻ 10 മുതൽ 1 വരെ എണ്ണുകയാണ്. നമ്മളൊരു ലിഫ്റ്റിൽ നിന്ന് താഴോട്ട് പോകുന്നതായി, ഭൂമിയുടെ ആഴത്തിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Deeper, deeper, deeper relax. Deeper, deeper and deeper relax. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. I am vaccinated in the blood of Jesus. I am covered and protected in the blood of Jesus. ഈശോയുടെ രക്തത്താൽ ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ കുടുംബം സുരക്ഷിതമാകുന്നു. എൻ്റെ മക്കൾ സുരക്ഷിതമാകുന്നു. Relax deeply. Relax deeply. ഞാൻ ഒരു അനുഗ്രഹമാകുന്നു. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. വലിയൊരു സന്തോഷത്തിന്റെ ദിനമാകുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ നന്ദി പറയുന്നു. ഈ ദിവസം വലിയൊരു സന്തോഷത്തിന്റെ ദിനമാണ്. വലിയൊരു ആനന്ദത്തിന്റെ ദിനമാണ്. മഹത്തായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു.
ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. എല്ലാ ഉദ്യമങ്ങളിലും ഞാൻ വിജയശ്രീലാളിതനാകുന്നു. എല്ലാ ഉദ്യമങ്ങളിലും ഞാൻ വിജയശ്രീലാളിതനാകുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. കർത്താവിന്റെ ജ്ഞാനം നൽകിയതിനെ നന്ദി പറയുന്നു. ദൈവീക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ വ്യക്തിയാകുന്നു ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. ഞാൻ ഐശ്വര്യവും സമൃദ്ധിയുമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ഐശ്വര്യവും സമൃദ്ധിയുമുള്ള വ്യക്തിയാകുന്നു. എൻ്റെ മക്കൾ അനുഗ്രഹമാകുന്നു. എൻ്റെ കുടുംബം അനുഗ്രഹമാകുന്നു. എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകുന്ന നന്ദി പറയുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിനെ നന്ദി പറയുന്നു. ആരോട് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മഹത്തായ കാര്യങ്ങൾ നൽകുന്നതിനെ നന്ദി പറയും. ഈശോയേ, ഞാൻ സന്തോഷമുള്ള വ്യക്തിയാണ്. എൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി മാറും. ഇനി 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 5 എണ്ണുമ്പോൾ സാവധാനം കണ്ണുകൾ തുറക്കുക. 1, 2, 3, 5 എണ്ണുമ്പോൾ സാവധാനം കണ്ണുകൾ തുറക്കുകയാണ്. Slowly come to the consciousness. 4, 5. Slowly open your eyes. Feel fresh. 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 5 എണ്ണുമ്പോൾ കണ്ണുകൾ തുറക്കുകയാണ്. 1, 2, 3, 4, 5. Slowly open your eyes. Feel fresh, wide awake. Rub your hand, rub your face. Open your eyes, feel fresh, wide awake. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.